സമിതിക്കകത്ത് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വിയോജിപ്പുകളും ആ തരത്തിലുള്ള നിലപാടുകളും കേന്ദ്ര കമ്മിറ്റിക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. മണി എന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യസ്ഥത യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കില്ല. പാർട്ടിയുടെ ഒരു പ്രതിനിധി നിലയിൽ അതേ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ മണിയുടെ കേസിൽ കോടതി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ കേസ് ശക്തമായിട്ടുള്ള വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മണിയെ ദീർഘകാലം ഈ കേസ് മുഴുവൻ നടക്കുന്ന കാലത്തൊക്കെ തന്നെ ഈ കോൺട്രവേഴ്സികളൊക്കെ ഇരിക്കെ തന്നെ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഭരണം മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നൽകണമെങ്കിൽ കുറേ കൂടെ പക്വതയോടുകൂടിയുള്ള നിലപാട് മുന്നണി എടുക്കേണ്ടതായിട്ട് വരും. അതെടുക്കാൻ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് ഉപദേശിക്കുമെന്ന താല്പര്യമില്ല. ഇപ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് എടുക്കുന്ന നിലപാട് അധികം വൈകാതെ അവർക്ക് തിരുത്തേണ്ടതായിട്ട് വരും. ശ്രീ ചെക്കുട്ടി, ഇവിടെ ഈ പഴയ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് എന്ന് നമുക്കറിയാം. ആ PB കമ്മീഷൻ്റെ പഴയ തീരുമാനങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണല്ലോ കേന്ദ്ര നേതൃത്വം ചെയ്തു വരുന്നത്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മണിയെ മന്ത്രിയാക്കാനുള്ള ഔദ്യോഗിക പക്ഷത്തിൻ്റെ താല്പര്യം, അതിൽ മുറിവേൽക്കുന്ന VSൻ്റെ മനോഭാവം, ഇപ്പോൾ തരം കിട്ടുമ്പോൾ പ്രത്യാക്രമണം നടത്താനുള്ള VSൻ്റെ ഒരു കൂട്ടൽ, ഇതൊക്കെ കേന്ദ്ര നേതൃത്വം പരിഹരിക്കുകയും അടഞ്ഞു എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ഒരു വ്രണം പോലെ വീണ്ടും ഈ ചൊറിഞ്ഞ് പഴുപ്പിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കാതിരിക്കുക എന്ന വിവേകവും അവരെ നയിക്കില്ലേ? അങ്ങനെ വരുമ്പോൾ താങ്കൾ ഈ പറയുന്ന തരത്തിൽ വീണ്ടും ഉൾപാർട്ടി പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന തരത്തിൽ ഒരു പക്ഷത്തെ ഒരു വ്യക്തി ഉന്നയിക്കുന്ന നീതിബോധം ആണ് നാം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന സമീപനത്തിലേക്ക് നേതൃത്വം പോകുമോ? യെച്ചൂരി മാത്രമല്ലല്ലോ CC. അങ്ങനെയല്ല. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് VS ഒരു ഭാഗത്തും പാർട്ടി സംസ്ഥാന ലീഡർഷിപ്പ് മറുഭാഗത്തുമായി നിന്നിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടതാണ്. ആ പരിഹരിക്കപ്പെട്ട പ്രശ്നമല്ല ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് PB കമ്മീഷൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് VSനെതിരായിട്ട് നടപടിയൊന്നും വേണ്ട, അത് അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രായോഗികമായിട്ട് പഴയ 10-15 വർഷമായിട്ട് നിലനിന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മന്ത്രിസഭ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ മന്ത്രിസഭയല്ല. അത് പിണറായി മന്ത്രിസഭ എന്ന് പേര് പറഞ്ഞത് ശരിയല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയാണ്. അതിൽ ലീഡർ പിണറായി വിജയനായിരിക്കും, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരിക്കും. പക്ഷേ ഇത് ജനങ്ങളുടെ മന്ത്രിസഭയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മന്ത്രിസഭയെ ശരിയായ നിലയിൽ നയിക്കാനും അനാവശ്യമായ കോൺട്രവേഴ്സികളിൽ ചെന്നുവിട്ട് ഇത് തകരുന്നത് ഒഴിവാക്കാനുമുള്ള ഒരു പക്വതയോടുകൂടിയുള്ള ലീഡർഷിപ്പ് കൊടുക്കാൻ ആ പാർട്ടി കേന്ദ്ര ലീഡർഷിപ്പ് ബാധ്യസ്ഥമാണ്. അതാണ് ജനറൽ സെക്രട്ടറി അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴുള്ള വിഷയം VS ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തെ വീണ്ടും തുടർച്ചയായിട്ട് മന്ത്രിസഭയിൽ നിർത്തുന്നത് ഇപ്പോഴത്തെ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. അന്ന് VS ബഹളം വെച്ചിട്ടില്ലല്ലോ. ഇദ്ദേഹത്തെ MLA ആക്കുന്ന സമയത്ത് VS ബഹളം വെച്ചിട്ടില്ല. അദ്ദേഹത്തെ മന്ത്രിയാക്കുന്ന സമയത്ത് VS പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പുതിയ സാഹചര്യം വന്നിട്ടുണ്ട്. ഈ സാഹചര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയെ വലിയ തോതിൽ ബാധിക്കാനിടയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർന്നു വരും. അതുകൊണ്ട് പാർട്ടി കാര്യത്തിൽ ഇടപെടണമെന്നാദ്യം പറഞ്ഞിരിക്കും. അത് ശരിയായ നിലപാടാണ്. അത് ഈ മുന്നണിയോടും ഈ മന്ത്രിസഭയോടും ഈ നാട്ടിലെ ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്വം മാത്രമാണ് കാണിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികളോടുള്ള മണിയോടുള്ള വൈരാഗ്യം ഉണ്ടോ എനിക്കറിയില്ല. മണിക്ക് ഇദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടോ അറിയില്ല. അത്തരം വൈരാഗ്യ ബുദ്ധിയുടെ പ്രശ്നമേ അല്ല. ഇത് ജനകീയമായൊരു പ്രശ്നമാണ്, രാഷ്ട്രീയമായൊരു പ്രശ്നമാണ്. ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയെയും മുന്നണിയെയും ശരിയായ മട്ടിൽ നയിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സീനിയർ നേതാവിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്തു. അതിനകത്ത് എങ്ങനെയാണ് ഒരു പഴയകാല പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരുന്നത്? അതില്ല. ശരി, അഡ്വക്കേറ്റ് CP ഉദയഭാനു, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താക്കുറിപ്പാണ്. ഒരു ക്രിമിനൽ കേസിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രതിയായാൽ അയാളെ ഉടൻ സസ്പെൻഡ് ചെയ്യുന്നതാണ് നടപടിക്രമം. ഇവിടെ ഒരു മന്ത്രി കൊലക്കേസിൽ പ്രതിയായിരിക്കുകയാണ്. അദ്ദേഹം മന്ത്രിയായി തുടരുമ്പോൾ പ്രോസിക്യൂട്ടർമാർക്ക് നീതിപൂർവവും ഭയരഹിതവുമായി കേസ് നടത്താൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥരും ഒരു മന്ത്രിക്കെതിരെ തെളിവ് ശേഖരിക്കാൻ മടിക്കും. സാക്ഷികൾക്ക് ഭയരഹിതമായി മൊഴി നൽകാനും ആവില്ല. ഈ കേസ് അട്ടിമറിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇവിടെ അങ്ങ് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നയാളാണ് ചന്ദ്രബോസ് വധക്കേസിൽ. നിസാമിന് സാമ്പത്തികമായ ഒരു ശക്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അങ്ങേക്ക് ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനാകേണ്ടി വന്നിട്ടുണ്ടെന്ന് ആ ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരു മന്ത്രിസഭയാണ്, ഒരു മന്ത്രി ശരിയായ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുറച്ച് വിശ്വസിക്കുന്നത്.
ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ഇതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തിയത് നീതി നിർവഹണം തന്നെയാണോ എന്നത് സംശയാസ്പദമാണ് എന്ന്. ഇങ്ങനെ വരുമ്പോൾ VS ചൂണ്ടിക്കാട്ടുന്ന പുതിയ സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ ഉരുത്തിരിയുന്നത്? അങ്ങാണെങ്കിൽ ഒരു സമ്മർദ്ദവുമില്ലാതെ ഭയരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയാണെങ്കിൽ പോലും ഉണ്ടായിരിക്കുക കേരളത്തിലെന്ന് കരുതുമോ? ശ്രീ വേണു, ഈ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന മന്ത്രി കേസിലെ പ്രതിയാകുമ്പോൾ തീർച്ചയായിട്ടും കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിനുണ്ടാകാം. അതേപോലെ തന്നെ കേസിൻ്റെ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി സംവിധാനത്തിനുണ്ടാകാം. അത് സ്വാഭാവികം മാത്രമാണ്. നമ്മുടെ ഭരണഘടനയോ അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമമോ ഒന്നും തന്നെ ഒരു കേസിൽ ഉൾപ്പെട്ട MLAയോ MLA പിന്നീട് മന്ത്രിയാകുന്നതിന് യാതൊരു നിയമ തടസ്സവും പറയുന്നില്ല. അതേപോലെ തന്നെ മറ്റ് ഈ ഇതര സാഹചര്യങ്ങളിലും അവർ മന്ത്രിയായി തുടരുന്നതിന് യാതൊരു തടസ്സവും കൂടുമില്ല. എന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയും നൈതികതയും ഈ വിഷയം അത് എത്രമാത്രം നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരുന്ന രീതിയിൽ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് മനോജ് നെരൂല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2014 ജസ്റ്റിസ് കുര്യൻ ജോസഫും മറ്റും ഉൾപ്പെട്ട ബെഞ്ചിൻ്റേതാണ്. ആ ബെഞ്ചിൻ്റെ വിധിയിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഭരണഘടനാപരമായി യാതൊരു ബാധ്യതയും കേസിലുൾപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ പുറത്തു പോകേണ്ട ഒരു സാഹചര്യമില്ല, അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന ഈ രീതിയിലുള്ള ഒരു നിയമവും ഇന്ത്യയിൽ ഇല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പ്രധാനമായും പറയുന്നത് ഇന്ന് വേണു സൂചിപ്പിച്ച കാര്യങ്ങളാണ്, ഈ ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത്. ആ വിധിയുടെ 151 ഖണ്ഡികയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇപ്രകാരം ഒരു സ്വാധീനത്തിന് വിധേയമാകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ ഉണ്ടായിക്കൂടെ. അതിന് കുര്യൻ ജോസഫ് നിരത്തിയ മറ്റു പ്രധാന വാദം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി സസ്പെൻഷൻ ഉണ്ടാകും. സസ്പെൻഷൻ കഴിഞ്ഞ് 6 മാസത്തിനകം ഈ വിചാരണ തുടരാൻ വൈകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായി തിരിച്ചെടുക്കാവുന്ന സാഹചര്യങ്ങൾ സർവീസ് ചട്ടങ്ങളിലുണ്ട്. ആ സർവീസ് ചട്ടങ്ങളിൽ എടുക്കുമ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്ന അതിൽ കയറണമോ വേണ്ടേ എന്നുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സൂചന നൽകുന്നത് ഈ നിയമപരമായി ഇങ്ങനെ ഒരാളെ നിർബന്ധപൂർവം മാറ്റി നിർത്താനായിട്ട് നിയമമില്ല എന്നിരിക്കെ രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ നൈതികതയും കേരളത്തിലെ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലും അത് അഴിമതിക്ക് എന്ന പോലെ തന്നെ അഴിമതിയുടെ ഇരട്ട സഹോദരനായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ജീർണതയെ അടക്കം ചെയ്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ ജീർണതയുടെ ദുർഗതപൂരിതമായിട്ടുള്ള ഏരിയ അത് തുറക്കാനും സ്വാതന്ത്ര്യത്തിൻ്റെയും രാഷ്ട്രീയ ധാർമ്മികതയും നൈതികതയും ശുദ്ധവായു പ്രവേശിപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്ന നിലയ്ക്ക് സുപ്രീം കോടതി പരിശോധിക്കുകയുണ്ടായി. ആ സുപ്രീം കോടതി പരിശോധിച്ച ഈ മനോജിൻ്റെ കേസിലെ ആ വിധിയിൽ നിന്നുള്ള ഊർജമായിരിക്കണം ഒരുപക്ഷെ ശ്രീ VSൻ്റെ ഇപ്രകാരമുള്ളൊരു കത്തെഴുതാൻ പ്രചോദിതമായ വസ്തുത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതില് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴുത്തമത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ സർ, മത്സരിക്കുമ്പോൾ MLA ആയിരിക്കുമ്പോൾ ഉള്ള സാഹചര്യമല്ല ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി ഉയർത്തുന്ന പ്രസക്തി എന്നല്ലേ അങ്ങ് പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഇവിടെ അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. സിബി ചേനപ്പാടി എന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്നു. കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം തൊടുപുഴ സെഷൻസ് കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ കോളുകൾ വരുന്നു, സമ്മർദ്ദമുണ്ടാകുന്നു എന്ന്. അത് പിന്നെ മുന്നോട്ട് പോയില്ല. പിന്നീട് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി നളിനി നെറ്റോയ്ക്ക് കത്ത് നൽകുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലും നടപടി ഉണ്ടാകുന്നില്ല. പിന്നീട് കഴിഞ്ഞ നവംബർ 26-ന് നളിനി നെറ്റോ DGPക്ക് നിർദ്ദേശം നൽകുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞ്. നാളിതുവരെ അതിനുമേലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അരക്ഷിതമാക്കപ്പെടുന്നത് എന്താണ്? ഇവിടെ ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുമ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തേക്ക് സർക്കാരിന് താല്പര്യമില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളോടാണ്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്നു എന്ന് കരുതുന്ന നീതികേടിനോടാണ് സർക്കാരിന് കൂറ് എന്നല്ലേ?
ഒരു പക്ഷേ ആ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആക്ഷേപങ്ങൾ അതിന് യഥാവിധി ഉത്തരം കൊടുക്കാതെ പോയത് കേരളത്തിൽ പുതുതായിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം. ആ രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ അത് പരിശോധിക്കാനും അത് ഉറപ്പുവരുത്താനുള്ള ചുമതലയും ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അത് തൊടുപുഴ കോടതിയിൽ നിന്നോ തൊടുപുഴയിലുള്ള ജില്ലാ ഭരണ സംവിധാനത്തിൽ നിന്നോ കിട്ടുന്നില്ല എങ്കിൽ സംസ്ഥാന ഭരണ സംവിധാനത്തെ അറിയിക്കുവാനും, ഇല്ല എങ്കിൽ ഹൈക്കോടതി മുഖേന അത് ഉറപ്പാക്കാനുള്ള ചുമതല അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. അത്തരം വ്യക്തിപരമായ കാര്യത്തിലേക്ക് പോകാതെ അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ കഴിയുന്ന പോംവഴികളെ പറ്റി പറയാതെ മൗലികമായ ചോദ്യത്തിനുള്ള മറുപടി സാർ, പ്രോസിക്യൂഷനോട് നീതി പുലർത്തേണ്ട സർക്കാർ പ്രതിയുടെ പക്ഷത്താകുന്നതിന്റെ തെളിവല്ലേ ഇത്? ശ്രീ വേണു, വ്യക്തമായി ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ പക്ഷത്ത് അങ്ങനെ ഒരു പക്ഷം നിൽക്കാതെ വരികയോ പ്രതിക്ക് സഹായകരമായ നിലപാടെടുക്കുകയോ ചെയ്തു എന്ന് വിശ്വസിക്കാൻ തക്ക സാഹചര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വിചാരണ കോടതി മുമ്പാകെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടിക്രമത്തിലെ ക്രിമിനൽ കേസിൻ്റെ വിചാരണയിലെ ഏറ്റവും സുപ്രധാന ഘട്ടമായ 227 വകുപ്പ് പ്രകാരമുള്ള ഒരു വാദം ഉയർത്തുവാനും എതിർവാദങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്നാണ് പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക പുറമേക്കുള്ളത്, അതിന് ഉത്തരം കൊടുക്കേണ്ടത് ആ ജില്ലാ ഭരണകൂടമാണ്. അതിൻ്റെ നമ്മൾ ഒരു പോംവഴികളിലേക്ക് എത്തുകയല്ല. അങ്ങനെ ആശങ്കകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇരയ്ക്ക് നീതി കൊടുക്കാനുള്ള ബാധ്യത എക്കാലത്തും ഭരണ സംവിധാനത്തിലാണ്, പ്രോസിക്യൂഷൻ സംവിധാനത്തിലാണ്. അതിന് എവിടെ നീതിരാഹിത്യം നേരിടുന്നുവോ അവിടെ അരാജകത്വം ഉണ്ടാവും, അവിടെ ഫാസിസ്റ്റ് ചിന്താഗതി ഉണ്ടാവും. അതൊന്നും യാതൊരു സംശയമില്ല. ശരി, എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. അതിനുമുമ്പ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ AGയുടെ നിയമോപദേശം തേടിയില്ല, കോടതിയുടെ അനുമതി തേടിയില്ല, അങ്ങനെ വരുമ്പോൾ നഗ്നമായ നിയമലംഘനത്തെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചു? നിങ്ങൾ പിന്നീട് ഈ മന്ത്രി എന്ന നിലയിൽ പറഞ്ഞോളൂ സാർ. ഇവിടെ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമല്ലല്ലോ, നമ്മുടെ മുമ്പിലുള്ളൊരു നീതിബോധമല്ലേ. ആ നീതിബോധത്തിനകത്തെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഗവൺമെൻറ്റല്ലേ നോക്കേണ്ടത്. ഇത് ഞങ്ങൾ മന്ത്രിയാക്കിയതല്ല, ജനങ്ങൾ ആവശ്യപ്പെട്ട് മണിയെ മന്ത്രിയാക്കിയേ മതിയാകൂ എന്നാരും നിർബന്ധിച്ചതൊന്നുമല്ല. മണിയെ മന്ത്രിയാക്കാൻ തീരുമാനമെടുത്തു, മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തു. അത് സത്യപ്രതിജ്ഞ ചെയ്യിച്ച ആളുകളാണ് അതിന് ഉത്തരം പറയേണ്ടത്. അത് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾക്ക് അതിനകത്തൊരു കാര്യവുമില്ല. നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രതിയെ ഞങ്ങൾ മന്ത്രിയാക്കി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാത്രമല്ല, അതിനേക്കാൾ സാഹചര്യം വളരെ മാറിപ്പോയില്ലേ. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ഒരു ജുഡീഷ്യൽ സ്കൂട്ടറിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണമാകാം എന്നുള്ള നിലയിലാണ്. എനിക്കൊരു ചെറിയ ചോദ്യം മാത്രമേ ഉള്ളൂ. CPM ഇതുവരെ എടുത്ത നിലപാടെന്താ? അവർ FIR ഇട്ടാൽ FIR ഇടുന്ന മന്ത്രി രാജിവെക്കണം എന്ന് നിലപാടെടുത്ത് കേരളത്തിൽ ചിലരെ രാജിവെപ്പിച്ചിട്ടുണ്ട്. ശ്രീ K കരുണാകരനെതിരായിട്ട് ഒരു കേസ് കൊണ്ടുവന്ന് FIR ഉണ്ട് എന്നുള്ള കാരണത്താൽ രാജിവെക്കാൻ അവർ ആവശ്യപ്പെട്ടു. കോടതിയുടെ ഒരു പരാമർശമുണ്ടായതിൻ്റെ പേരിൽ ശ്രീ KP വിശ്വനാഥൻ രാജിവെച്ചു. ഇതൊക്കെ ആവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനെ ഏത് രൂപത്തിലാണ് ജനങ്ങൾക്ക് കൂടി കൺവിൻസിങ് ആകുന്ന വിധത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഇവരീ പറയുന്നതിനകത്ത് ഒരു ന്യായീകരണവുമില്ല. എൻ പിള്ള പൊൻപിള്ള അത് തന്നെയാണ് അവർ. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ ഈ കീഴ്വഴക്കങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ CPMന്റെ മറു ചോദ്യം, 2001 AK ആന്റണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ EP ജയരാജൻ വധോദ്യമ കേസിൽ പ്രതിയായിരുന്ന K സുധാകരനെ നിങ്ങൾ മന്ത്രിയാക്കി. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അതിന് അയോഗ്യനാണ്, അദ്ദേഹം രാജിവെക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ കാരണം കൊലപാതകവുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും അതിൽ രാഷ്ട്രീയമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ രാജി എന്ന ആവശ്യം അവരും ഉന്നയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ അല്ല, അവിടുന്ന് പോയി. അത് മന്ത്രിയാകുന്ന സാഹചര്യം, മന്ത്രിയായിരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിധിയാണ് പ്രശ്നം. മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഹൈക്കോടതിയുടെ പരാമർശം. എനിക്കൊരു ചോദ്യമുണ്ട് വേണോ, ഞാൻ ചോദിക്കട്ടെ. നിയമത്തിന് മുമ്പിൽ, നീതിക്ക് മുമ്പിൽ എല്ലാവരും സമന്മാരല്ലേ? ഒരു മന്ത്രിയും സാധാരണക്കാരനും സമന്മാരാകുമോ? ശ്രീ MM മണിക്ക് ജാമ്യം കൊടുത്ത സന്ദർഭത്തിൽ തന്നെ
കോടതി പറഞ്ഞിരുന്നു ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കരുതെന്ന്. കാരണം എന്താ? വിറ്റ്നസിനെ ടാമ്പർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വിറ്റ്നസിനെ ടാമ്പർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം കോടതി അന്ന് അടയ്ക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിയായിരിക്കെ പ്രതിയായി വരുന്ന ഒരാൾ ഈ വിറ്റ്നസിനെ ടാമ്പർ ചെയ്യില്ലേ? അതിന് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ ആർക്കാ കഴിയുക? പോലീസ് ആരുടെ പക്ഷം നിൽക്കും? അന്വേഷകർ എവിടെ നിൽക്കും? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീതി നടപ്പാക്കണമെന്ന് വരികിൽ അങ്ങനെ അതല്ല. ഇനി കോടതി ഒരു വിചാരണയ്ക്ക് ശേഷം മന്ത്രി ശ്രീ എം എം മണി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു നിരപരാധിയാണ് എന്ന് കണ്ടാൽ അന്ന് മന്ത്രിയാക്കിക്കൊള്ളട്ടെ. അദ്ദേഹത്തെ മന്ത്രിയാക്കരുതെന്ന് പറയുന്നില്ല. അദ്ദേഹം മന്ത്രിയായതിലല്ല തർക്കം. നമ്മളുടെ തർക്കം നിയമപ്രശ്നമാണ്. നമ്മളുടെ തർക്കം കീഴ്വഴക്കമാണ്. നമ്മളുടെ തർക്കം നമ്മളുടെ സദാചാര ബോധത്തിന് വിരുദ്ധമായി പോയി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, മന്ത്രിയെ ആയിട്ട് മണിയെ ആക്കണമെന്നുണ്ടെന്ന് വരികിൽ ശരി. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് മണിക്കെതിരെ മുന്നിട്ടിറങ്ങുന്നത് ലാവലിനുള്ള മുന്നൊരുക്കമോ? ഇടവേളയ്ക്ക് ശേഷം.